മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും തോമസ് ഡോക്ടറുടെ വൈദ്യശാലയിലേക്ക് ചികിത്സയ്ക്ക് പോയതിനു ശേഷം മേഘൻ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. അവരുള്ള സമയത്ത് മേഘൻ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ പോയതിന് ശേഷം മേഘൻ വന്നിട്ട് ദുർഗയോടും മഞ്ജുവിനോടും പറയുന്നുണ്ട്, കണ്ണൻ്റെ അനുവാദം എന്തായാലും നമ്മളുടെ വിവാഹത്തിന് ഉണ്ടാവില്ല. അതുകൊണ്ട് കണ്ണനും ആ ലക്ഷ്മി വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനത്തിൽ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാമദേവനും ദുർഗനെ വിളിച്ചങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എത്രയും പെട്ടെന്ന് കുട്ടികളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ കണ്ണനും ലക്ഷ്മിയും വരുന്നതിന് മുമ്പൊക്കെ അത് നമുക്ക് തീരുമാനമാക്കണമെന്ന് ദുർഗയും പറയുന്നുണ്ട്. പിന്നീട് മേഘൻ മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ കല്യാണത്തിന് ഒന്നും തരുമില്ല സഹകരിക്കുകയില്ല എന്ന് കണ്ണൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ അനുവാദമൊന്നും ഇനി ചോദിക്കാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, വിവാഹശേഷം എങ്ങനെയെങ്കിലും കണ്ണേട്ടൻ്റെ കാല് പിടിച്ച് കരഞ്ഞാണെങ്കിലും എനിക്ക് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുത്തോളാം, അതോർത്ത് മേഘേട്ടൻ വിഷമിക്കണ്ടെന്നൊക്കെ പറയണു. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി നമ്മളുടെ വിവാഹശേഷം അവൻ്റെ കാല് പിടിക്കാനൊന്നും നീ പോകേണ്ട കാര്യമില്ല. നമ്മളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അതിലും നല്ലൊരു കാര്യം നടക്കും. അവൻ്റെ മരണം, അവനിനി ഒരിക്കലും ഇങ്ങോട്ട് ജീവനോടെ തിരിച്ചു വരില്ല. അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ നിന്നും ഇങ്ങോട്ട് ഒരാളെ വരുള്ളൂ, അത് മഹാലക്ഷ്മി മാത്രമായിരിക്കും. ഇത് കേട്ട് മഞ്ജുവും ദുർഗയും പറയുന്നുണ്ട്, ഇതിനു മുമ്പും പല പ്രാവശ്യം നീ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, അന്നൊക്കെ നിരാശയായിരുന്നു ഫലം. ആ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കാറില്ല. അതുപോലെ തന്നെ ഈ പ്രാവശ്യം കണ്ണേട്ടൻ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പം മേഘം പറയുന്നുണ്ട്, ഈ പ്രാവശ്യം എന്തായാലും അവൻ തിരിച്ചു വരില്ല. അവനെ കൊല്ലാനായിട്ടുള്ള ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. അവനെ എത്രയും പെട്ടെന്ന് അവർ തീർത്ത് കളയുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തോമസ് ഡോക്ടർ കണ്ണനെ പരിശോധിക്കുന്നതാണ്. ആകെ 5 ദിവസമേ അവിടെ കിടക്കുള്ളൂ എന്നാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഓഫീസിൽ ആളില്ലാണ്ട് പറ്റില്ല എന്ന് കണ്ണനെ അറിയാം. ഓഫീസിൽ നിറച്ചും ശത്രുക്കളാണ്. താനും തൻ്റെ അച്ഛനും കൂടി വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനം അങ്ങനെ ശത്രുക്കൾ നശിപ്പിച്ച് കളയാൻ ഇടവരരുതെന്നുള്ളൊരു തീരുമാനമൊക്കെ കണ്ണനുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട്, ഈ 5 ദിവസത്തെ ചികിത്സ കഴിഞ്ഞിട്ട് എനിക്ക് മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ ചികിത്സയുടെ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് ആരും വരണ്ട, ഞാൻ ഒരു സ്ഥലത്തേക്കും ചികിത്സയ്ക്ക് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ചികിത്സ ഫലം ചെയ്യുമെന്നുള്ള. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഈ ചികിത്സയിൽ ചെറിയൊരു മാറ്റമെങ്കിലും സംഭവിക്കാതിരിക്കില്ല എന്ന് പറയുന്നു. പിന്നീട് ഉണ്ണീനെയും കർണേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഉണ്ണി കർണയോട് പറയുന്നുണ്ട്, ആശുപത്രിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ഒരാളെ വരുള്ളൂ, കണ്ണൻ ഒരിക്കലും തിരിച്ചു വരില്ല, അയാളെ തീർത്ത് കളയാനുള്ള ഏർപ്പാട് മേഘേട്ടൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇനി കമലേശ്വരത്തേക്ക് തിരിച്ചു വരണം. ഇനി നീ മാത്രമായിരിക്കും അവിടുത്തെ മരുമകൾ. മഹാലക്ഷ്മി എന്തായാലും ഇനി അവിടുത്തെ മരുമകളായിട്ടുണ്ടാവില്ല. കണ്ണേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഹാലക്ഷ്മിക്ക് അവിടെ സ്ഥാനമില്ല. അത് മാത്രമല്ല, അവർ കണ്ണേട്ടനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ പിന്നെ ജീവിക്കാനും പറ്റില്ല. അതുകൊണ്ട് നീ വന്നെന്ന് ഉണ്ണി കരുണയോട് പറയുമ്പോൾ കരുണയും വിചാരിക്കുന്നുണ്ട്, നേരാണ്, ഇനി കണ്ണൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ സ്വത്തുക്കളും ഉണ്ണിയുടെയും മഞ്ജുവിൻ്റെയും പേരിലായിരിക്കുമല്ലോ. അപ്പോൾ കമലേശ്വരത്തെ എല്ലാ ഓഫീസുകളുടെയും അധികാരം തൻ്റെ കയ്യിൽ വരുമെന്നൊക്കെ ഇങ്ങനെ കരുണ സ്വപ്നം കാണുന്നുണ്ട്. പിന്നീട് മഞ്ജുവും ദുർഗയൊക്കെ വിളിച്ച് കരുണയോട് പറയുന്നുണ്ട്, മോൾ എത്രയും വേഗം കമലേശ്വരത്തേക്ക് തിരിച്ചു വരണം. ഇനി ഒരിക്കലും അവനും അവളും ഇങ്ങോട്ട് ഒരുമിച്ച് വരില്ല, ആരെങ്കിലും ഒരാളെ വരുള്ളൂ, അത് മഹാലക്ഷ്മി ആയിരിക്കും. എന്നെ കണ്ണൻ എന്തായാലും തിരിച്ചു വരില്ല എന്നൊക്കെ ദുർഗയും മഞ്ജുവും പറയുന്നുണ്ട്. പിന്നീട് കണ്ണനെയാണ് കാണിക്കുന്നത്. കണ്ണന് തോമസ് ഡോക്ടറുടെ ചികിത്സ കൊണ്ട് ചെറിയ എന്തോ ഒരു മാറ്റം പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്നൊരു ഉൾവിളി കിട്ടിയതുപോലെ കണ്ണൻ കട്ടലേന്ന് നിന്ന് എഴുന്നേക്കുവാണ്. അപ്പോൾ കണ്ണന് കട്ടലേന്ന് നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, കാലൊക്കെ അനക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ണനക്ക് സംശയം തോന്നാണ്, ഇത് സ്വപ്നമാണോ സത്യമാണോ, താൻ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് താൻ സ്വപ്നം കാണുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ആരെ വിളിക്കണം എന്ത് ചെയ്യണം എന്നൊന്നും കണ്ണന് ഒരു രൂപവും കിട്ടണമെന്നില്ല. ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കണ്ണന് അവിടെ കിടന്ന ഒരു കസേരയെ തട്ടി വീഴുന്നുണ്ട്. വീഴ്ചയിൽ കണ്ണന് ബോധം പോകുന്നുണ്ട്. അതിനുശേഷമാണ് തോമസ് ഡോക്ടറുടെ ജോലിക്കാർ കണ്ണനെ കാണുന്നത്. അപ്പോൾ വേഗം തന്നെ അവർ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. നോക്കുമ്പം ബോധമില്ലാണ്ട് കിടക്കുക. ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മിയോട് ഡോക്ടർ പറയുന്നുണ്ട്, കണ്ണൻ ബോധമില്ലാതെ തറയിൽ വീണ് കിടക്കുമായിരുന്നു, അതെന്ത് പറ്റി ഡോക്ടർ, ഡോക്ടറിൻ്റെ മരുന്ന് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമായോ എന്ന് ചോദിക്കുമ്പം ഒരിക്കലുമല്ല, താൻ എൻ്റെ മരുന്നിൽ വിശ്വാസം അർപ്പിച്ചല്ലേ കണ്ണനെ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ മരുന്നിൻ്റെ കുഴപ്പമല്ല. കണ്ണൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ കണ്ണൻ തനിയെ എഴുന്നേക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, അതാണ് കണ്ണൻ കട്ടലിൽ നിന്ന് താഴെ വീണ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ കണ്ണൻ കട്ടലിൽ നിന്ന് വീണിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മായി പറയുന്നുണ്ട്, ഇല്ല ഡോക്ടർ, ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണെന്നാണ് തോന്നണേ. ഒന്നിലെ കണ്ണൻ കട്ടലിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണതായിരിക്കാം എന്നൊക്കെ ഡോക്ടർ പറയുന്നു. അത് കേട്ട് മഹിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.
അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ എഴുന്നേൽക്കാനായിട്ട് അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നടുവിന് ബലം വന്നിട്ടുണ്ട്, അതുപോലെ കാലുകൾക്കും നല്ല ബലം വന്നിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് അയാൾ ഇതുപോലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ മരുന്ന് ഫലം ചെയ്തു എന്നുള്ളതിന് ഉള്ള തെളിവാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ കണ്ണൻ ബോധം തെളിയണം. നമുക്ക് കണ്ണൻ ബോധം തെളിഞ്ഞു കഴിയുമ്പം എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം ഞാനൊരു മരുന്ന് കൊടുത്തിട്ടുണ്ട്, ആ മരുന്നിൻ്റെ ഫലവും കൂടി അറിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട്, ഇവിടെ ഞാൻ ഒരുപാട് രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്, അവരിൽ ഒന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ് മോളിൽ ഞാൻ കണ്ടത്. മിക്കവരും രോഗികളുടെ നിർബന്ധത്തിനാണ് ഇവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ മോള് കണ്ണന് ഇഷ്ടമല്ലാതിരുന്നിട്ടും കണ്ണനെ നിർബന്ധിച്ച് കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പോടു കൂടിയാണ് ഇവിടെ കൊള്ളുന്നത്. അതുമാത്രമല്ല, മോള് കണ്ണൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളും ദൈവങ്ങളും മോൾക്ക് അനുകൂലമായിട്ട് നിന്നതുകൊണ്ടായിരിക്കാം കണ്ണന് ഇത്ര പെട്ടെന്ന് ഈ ഒരു മാറ്റം ഉണ്ടായത് എന്നൊക്കെ ഡോക്ടർ പറയണു. അത് കേട്ടിങ്ങനെ മഹി സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റിവ്യൂവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.